ഹായ് ഹലോ. നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ബോഗെയിൻവില്ല കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ, വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിൽ പോട്ടിൽ ഫുൾ ബ്ലൂമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടുമുറ്റത്ത് കിഡിലുമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നഴ്സറിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? വാവ്, എന്തൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ബോഗെയിൻവില്ല അല്ലേ? അല്ലെങ്കിൽ വാവ്, എന്തൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് ബോഗെയിൻവില്ല, അല്ലെങ്കിൽ വാവ്, എന്തൊരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ബോഗെയിൻവില്ല. അങ്ങനെ ബോഗെയിൻവില്ലയുടെ കളർ നോക്കി നമ്മൾ അതിന് വാവ് പറയാറുണ്ട് അല്ലേ? പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ബോഗെയിൻവില്ലയുടെ ശരിയായ പേരെന്താണെന്നുള്ളത്? അതെ, ഞാൻ ഈ ഗാർഡനിങ് ഒക്കെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, നഴ്സറികളിൽ പോയപ്പോൾ ഒരേ പ്ലാന്റിന് എനിക്ക് 3 പേര് കേട്ടിട്ടുണ്ട്. അതെ, ഒരു സ്ഥലത്ത് ഒരു ബോഗൺവില്ല എടുത്തിട്ട് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞു. സെയിം ബോഗൺവില്ല അടുത്തൊരു ഗാർഡനിലേക്ക് ചെന്നപ്പോൾ ഗ്ലാബ്ര പിങ്ക് എന്നായി. അതേ ബോഗൺവില്ല മറ്റൊരു ഗാർഡനിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഇമ്പോർട്ടഡ് വെറൈറ്റി പിങ്ക് എന്നാ. അതെ, അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ, നമ്മൾ ശരിക്കും കളറാണ് തിരിച്ചറിയുന്നത്, പ്ലാന്റ് അല്ല. ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് പ്ലാന്റിനെയാണ്, കളറല്ല. അതെ, ഒരേ ബോഗൺവില്ലയ്ക്ക് പല പേരിടുമ്പോൾ അത് പലരും പല രീതിയിൽ ഇടുന്നതാണ്. ശരിക്കും ഇതിനൊക്കെ ഒരു പേരുണ്ടാവും. ഞാൻ ഇനിയൊരു ചെറിയ കഥ പറഞ്ഞുതരാം. എന്താണെന്നറിയാവോ? നമ്മുടെ ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലാന്റ് അല്ല എന്നുള്ളതാണ്. അതൊരു ഫാമിലിയാണ്, ഒരു ജനസാണെന്ന് വെച്ചാൽ പറയാം. ശരിക്കും അത് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫാമിലി ഗോമസ് ഫാമിലിയാണ്. എൻ്റെ പേരിനോട് ചേർന്ന് ഗോമസ് ഉണ്ട്, അത് ഫാമിലി നെയിമാണ്. എൻ്റെ ഗോമസ് ഫാമിലിയിൽ എൻ്റെ ബ്രദറിനും എൻ്റെ സിസ്റ്ററിനും എൻ്റെ സിബ്ലിങ്സിനും ഒക്കെ പല പേരുകളുണ്ടാവാം. അതൊക്കെ ഗോമസ് ഫാമിലിയിൽപ്പെട്ടത് തന്നെയാണ്, പക്ഷേ പല പല പേരുകളായിരിക്കാം. ഇപ്പോൾ ചിലരുടെ വീട്ടുപേര് അല്ലെങ്കിൽ ഫാമിലി നെയിം എന്ന് വെച്ചാൽ പെരേര എന്നായിരിക്കും. ഈ പെരേര ഫാമിലിയിൽ ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ പല പേരുകളായിരിക്കും. അതുപോലെയാണ് ബോഗെയിൻവില്ല. ബോഗെയിൻവില്ല എന്ന് വെച്ചാൽ ഒരു ഫാമിലി നെയിമാണ്. ആ ബോഗെയിൻവില്ലയുടെ കൂട്ടത്തിൽ ഒരുപാട് വെറൈറ്റി ആൾക്കാരുണ്ട്. അതിനെല്ലാം വെറൈറ്റി പേരുകളുണ്ട്. സത്യം പറഞ്ഞാൽ ബോഗെയിൻവില്ലയെക്കുറിച്ച് അറിയാൻ ഇറങ്ങുമ്പോൾ ഈ സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സയൻറ്റിഫിക്കലി നോക്കുമ്പോഴുണ്ടല്ലോ, പ്രധാനമായിട്ടും 3 സ്പീഷീസാണ് നമ്മുടെ ലോകത്ത് കൂടുതലായി കാണുന്നത്. ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടോ? പറഞ്ഞുതരാം. ശരിക്കും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ശരിക്കും ബോഗൺവില്ലയെക്കുറിച്ച് അറിയാൻ ഇറങ്ങുന്നവരാണെങ്കിൽ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കുക. 1 ബോഗൺവില്ല ഗ്ലാബ്ര, 2 ബോഗൺവില്ല സ്പെക്ടാബിളിസ്, 3 ബോഗൺവില്ല പെരുവിന. ഈ 3 ടൈപ്പ് ബോഗൺവില്ലാസാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ കൂടുതലായിട്ടുണ്ടാവുന്നത്. എന്നാൽ കേരളത്തിലോട്ട് വരുമ്പോഴോ, നമ്മൾ കാണുന്ന മെജോറിറ്റി പ്ലാന്റ്സും പ്യുവർ സ്പീഷീസ് അല്ല. അതായത് ഞാൻ ഈ മോളിൽ പറഞ്ഞ 3 വെറൈറ്റിയുടെയും കറക്റ്റ് അല്ല. അപ്പോൾ ഹൈബ്രിഡാണ്. അതായത് 2 സ്പീഷീസ് ക്രോസ് ചെയ്തുണ്ടാക്കിയ വെറൈറ്റീസാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് അങ്ങനെയുള്ള വെറൈറ്റീസാണ്. അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ബോഗെയിൻവില്ല ഗ്ലാബ്രയും ബോഗെയിൻവില്ല സ്പെക്ടാബിളിസും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഹൈബ്രിഡ് ബോഗെയിൻവില്ല ആയി. അല്ലെന്നുണ്ടെങ്കിൽ ബോഗെയിൻവില്ല സ്പെക്ടാബിളിസും ബോഗെയിൻവില്ല പെരുവിനയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്തൊരു ബോഗെയിൻവില്ലയായി. അങ്ങനെ പല സ്പീഷീസ് ചേർത്ത് വെച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ ഹൈബ്രിഡ് ബോഗെയിൻവില്ല. ആ ഹൈബ്രിഡ് ബോഗെയിൻവില്ലാസാണ് നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സറികളിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോ ബോഗൺവില്ലയുടെയും ഇപ്പോൾ കേൾക്കുന്ന പേര് സയൻറ്റിഫിക്കലി കറക്റ്റ് ആവണം എന്നില്ല. മനസ്സിലായോ? ബോഗൺവില്ലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാനൊരു ട്രൂത്ത് പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? കേരള പ്ലാന്റ് മാർക്കറ്റിൽ സെയിം പ്ലാന്റിന് ഡിഫറെൻറ്റ് നെയിം ഉപയോഗിക്കും. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ, സെയിം നെയിം ഡിഫറെൻറ്റ് പ്ലാന്റിന് ഉപയോഗിക്കും. അതെ, ചിലപ്പോൾ സപ്ലയർ മാറിയാൽ പേര് മാറും, ചിലപ്പോൾ കളർ സീസൺ അനുസരിച്ച് ചേഞ്ച് ആവാനും ചാൻസ് ഉണ്ട്. ഈ സമ്മറിൽ ഡീപ്പ് പിങ്ക് ആയതുണ്ടല്ലോ, റെയിനി സീസണിൽ ലൈറ്റ് ഷെയ്ഡ് ആവും. അപ്പോൾ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവില്ലേ? അതെ, കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഈ പല നഴ്സറികളിലും പേര് മാറ്റിയിടും. ശരിക്കും ഓരോരുത്തരും ക്രോസ് ചെയ്ത് എടുക്കുന്നതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇട്ട് വിടുന്നുണ്ട്. ചില പേരുകളും ചില വെറൈറ്റിയൊക്കെ ഫേമസ് ആവുകയും ആ പേരങ്ങ് ബ്രാൻഡ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതൊന്നും തന്നെയല്ല ഈ ഓരോ വെറൈറ്റിയുടെയും പേരെന്ന് പറയാം.
അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ ശരിയായ പേരറിയാൻ പറ്റില്ലേ? പറ്റും, കളർ നോക്കിയല്ല എന്ന് മാത്രം. ഞാൻ ഇനി മുതൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ശരിയായ ബോഗൺവില്ല തിരിച്ചറിയാനുള്ള 5 ക്രൈറ്റീരിയകളാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുക. 1, ബ്രാക്റ്റിൻ്റെ കളർ ഷെയ്ഡ് നോക്കുക. 2, ബ്രാക്റ്റിൻ്റെ ഷേപ്പ് നോക്കുക. എന്താണ് ബ്രാക്റ്റ് എന്നുള്ളത് മനസ്സിലായോ? ശരിക്കും ഈ ബോഗൺവില്ല എന്ന് വെച്ചാൽ ഈ കാണുന്ന കളറിൽ കാണുന്ന ലീഫുകളെന്ന് വെച്ചാൽ ബോഗൺവില്ലയുടെ പൂക്കളല്ല, അതിനുള്ളിൽ കാണുന്ന വെളുത്ത് ചെറിയ പൂക്കളാണ് പൂക്കളെന്ന് പറയുന്നത്. നമ്മൾ ഈ കളർഫുള്ളായിട്ട് കാണുന്നതിന് ബ്രാക്റ്റ് എന്നാണ് പറയുക. അതെ, അപ്പോൾ അതിൻ്റെ കളർ ഷെയ്ഡ് നോക്കുക, അതിൻ്റെ ഷേപ്പ് നോക്കുക, ലീഫിൻ്റെ സ്ട്രക്ചർ നോക്കുക, അതായത് ഇലയുടെ സ്ട്രക്ചർ നോക്കുക, അതിൻ്റെ മുള്ളിൻ്റെ ഡെൻസിറ്റി നോക്കുക, മുള്ളിൻ്റെ വലുപ്പവും കൂർത്തതും ഒക്കെ ആയത് നോക്കുക, ഇതിൻ്റെ ഗ്രോത്ത് ഹാബിറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പെട്ടെന്ന് വളരുന്നതാണോ, വളരെ പതുക്കെ വളരുന്നതാണോ, അതിൻ്റെ ഗ്രോത്ത് ഹാബിറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 5 ക്രൈറ്റീരിയകളാണ് നോക്കേണ്ടത്, 5 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ബ്രാക്റ്റിൻ്റെ കളർ ഷെയ്ഡ് നോക്കുക, ബ്രാക്റ്റിൻ്റെ ഷേപ്പ് നോക്കുക, ലീഫിൻ്റെ സ്ട്രക്ചർ നോക്കുക, ത്രോണിൻ്റെ ഡെസ്റ്റിനിറ്റി നോക്കുക, ഗ്രോത്ത് ഹാബിറ്റ് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്പീഷ്യസ് ലെവൽ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതെ, കൾട്ടിവറിന് നൈം ഉറപ്പിക്കാൻ ലേബിൾ ഇല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ കൾട്ടിവറിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ കൂടുതലും ഒരുപാട് പേര് ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഇതിൻ്റെ കൾട്ടിവേറ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ലേബലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. പക്ഷേ നമുക്ക് ഞാൻ മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ സ്പീഷീസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് നോക്കിയാലോ. ഒരു സ്മൂത്ത് ലീഫുള്ള പ്ലാന്റ് എടുത്താൽ ഹെവി ബ്ലൂം അതിലുണ്ട് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് ബോഗൺവില്ല ഗ്ലാബ്ര ഹൈബ്രിഡ് ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സ്മൂത്ത് ലീഫുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് ബ്ലൂം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്ലാബ്ര വെറൈറ്റി ആയിരിക്കും. ഗ്ലാബ്ര എന്ന് വെച്ചാൽ ഫുൾ ഗ്ലാബ്ര അല്ല, ഗ്ലാബ്ര ഹൈബ്രിഡ് വെറൈറ്റി. അത് ഗ്ലാബ്രയും വേറെ ഏതെങ്കിലും കൂടെ ക്രോസ് ചെയ്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിരിക്കും. ഇനി ലീഫ് സ്ലൈഡ്ലി റഫ് ആണെങ്കിൽ, ബ്രാക്റ്റ് വലിയതാണെങ്കിൽ, ത്രോൺസ് അഗ്രസീവ് ആണെങ്കിൽ, മുള്ളുകൾ ഭയങ്കരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെക്ടാബ്ലിസ് ഇൻഫ്ലുവൻസ് അതിലുണ്ടാവാം. അത് സ്പെക്ടാബ്ലിസുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആവാം. പിന്നെ വന്നിട്ട് തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ്, ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോകുന്നതാണ്, അതാണെങ്കിൽ പെരുവിന ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. അതെ, പെരുവിനയായിട്ട് ക്രോസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനൊരു ഇമോഷണൽ ട്രൂത്തോടെ പറഞ്ഞു തരട്ടെ. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പ്ലാന്റ് വാങ്ങുമ്പോൾ എന്ത് വെറൈറ്റി എന്ന് ചോദിക്കാറില്ല അല്ലേ, എന്ത് കളർ എന്നാണ് ചോദിക്കാറുള്ളത് അല്ലേ. പക്ഷേ സീരിയസ് ആയിട്ട് നിങ്ങളൊരു ഗാർഡനർ ആണെന്നുണ്ടെങ്കിൽ, ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കളർ ലെവലിൽ നിന്ന് ഒരു പ്ലാന്റിനെ തിരിച്ചറിയുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ സീരീസ് തുടങ്ങുന്നതിൻ്റെ അർത്ഥം. ഇനി മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ നഴ്സറികളിൽ പോകുമ്പോൾ ലീഫ് ടച്ച് ചെയ്ത് നോക്കുക, ത്രോൺ കൗണ്ട് നോക്കുക, ഒരു പ്ലാന്റിൽ ഒരു ചില്ലയിൽ എത്രത്തോളം മുള്ളുകളുണ്ട് എന്നുള്ളത് നോക്കുക, ബ്രാക്റ്റിൻ്റെ ഷേപ്പ് ഒബ്സർവ് ചെയ്യുക, ഗ്രോത്ത് പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. കളർ മാത്രം നോക്കി തീരുമാനിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു പ്രോമിസ് കൂടെ തരാം കേട്ടോ. ഈ ബോഗൺവില്ല കോഡക്സ് സീരീസിലുണ്ടല്ലോ, ശരിക്കും ഞാനൊരു ബോഗൺവില്ലയുടെ നയം എനിക്കറിയാതെ ഞാൻ പറയില്ല, എനിക്ക് ഉറപ്പില്ലാതെ ഞാൻ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബോഗൺവില്ല ഹൈബ്രിഡ് എന്ന് മാത്രം പറയും, ഡൗട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ബോഗൺവില്ലയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബോഗൺവില്ലയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും പഠിക്കണമെന്നും ഒക്കെ ഉള്ളവർക്ക് എൻ്റെ ഈ സീരീസ് കാണാവുന്നതാണ്. ബോഗൺവില്ലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.